Hello friends, Technique in the Malayalam channel. Windu swagatham innu nammal unbox cheyan pogunnathu Oppo inde ettavum pudhiya budget smartphone aaya Oppo A12 aanu. Appo Oppo A12 ee aaychana announce cheythathu starting price nu pannal 9990 rupees adayithu 10000 രൂപയാണ്. പിന്നെ വേറൊരു വേരിയൻറ്റ് 4GB 64GB സ്റ്റോറേജ് വേരിയൻറ്റ് 11500 രൂപയ്ക്കാണ് വരുന്നത്. അപ്പം രണ്ട് വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് Oppo A12 4GB RAM 64GB സ്റ്റോറേജ് ആണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ബോക്സിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്ന കാണാം 6.22 inches HD+ വാട്ടർ ഡ്രോപ്പ് നോച്ച് AI റിയർ ഡ്യുവൽ ക്യാമറാസ് 4230 mAh കപ്പാസിറ്റി ബാറ്ററി ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആൻഡ് AI ഫേഷ്യൽ അൺലോക്ക് 4GB RAM 64GB സ്റ്റോറേജ് ബ്ലാക്ക് വേരിയൻ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയവർക്ക് സാർ വാല്യൂ കാണാം 1.16 ഹെഡ് സാർ ബോഡി സാർ 0.586 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഡിവൈസ് എങ്ങനെയുണ്ട് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഒരു ചെറിയ ഇതാണ്. ഇതിനകത്ത് വരുന്നത് ഒരു കേസാണ്, ഒരു TPU കേസ്, സ്റ്റാൻഡേർഡ് TPU കേസും സേഫ്റ്റി ഇൻഫർമേഷൻ ഗൈഡും വാറൻറ്റി ഇൻഫർമേഷനും പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്നെ ഇൻക്ലൂഡറാണ്. പിന്നെ വരുന്നത് Oppo A12 ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വയ്ക്കാം. ബാക്കി എന്തൊക്കെയാണ് വരുന്നതെന്ന് കൂടി നോക്കാം. ഇതിനകത്ത് വരുന്നത് ഒരു ചാർജറാണ്, അഡാപ്റ്ററാണ്. 5V 2 ആംപിയർ ആണ് സ്റ്റാൻഡേർഡ് ചാർജിങ് വരുന്നുള്ളൂ, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് അല്ല. പിന്നെ വരുന്നത് ഒരു മൈക്രോ USB ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ്. USB Type-C ഇല്ല, മൈക്രോ USB മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ Oppo A12 ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന നേരത്തെ പറഞ്ഞ പോലെ 6.22 inches HD+ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. ഇതൊരു HD+ ഡിസ്പ്ലേയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് വരുന്നത്. അത്ര ഒരു ഫുൾ HDൻ്റെ അത്ര എന്താണെങ്കിലും വരത്തില്ല ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. അപ്പോൾ HD+ന് കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഡിസൈൻ നോക്കുകയാണെങ്കിൽ ബാക്ക് പാനലിൽ നിങ്ങൾക്ക് കാണാം ഒരു ബ്രഷ്ഡ് അല്ലെങ്കിൽ ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഒരു പാറ്റേൺ കാണാം. പിന്നെ ഇവിടെ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഡെപ്ത് സെൻസറും ഒരു പ്രൈമറി ക്യാമറയാണ് വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാം, ഓപ്പോൻ്റെ ബ്രാൻഡിങ് കാണാം. അപ്പോൾ ഇത്രയാണ് ബാക്ക് പാനലിൽ വരുന്നത്. പിന്നെ സൈഡ് പാനലിൽ പവർ ബട്ടനാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേയും വോളിയം റോക്കർ കീസോണ് വരുന്നത്. ബോട്ടം സൈഡിൽ മൈക്രോ USB ചാർജിങ് സ്ലോട്ടും 3.5mm ഓഡിയോ ജാക്കും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ടോപ്പ് സെക്ഷനിൽ ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെയില്ല. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് ColorOS 6.1 ആണ്, Android 9 ആണ്. അപ്പോൾ രണ്ടും തന്നെ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. കാരണം ഒരു 2020 മിഡിൽ ഇറങ്ങിയ ഫോണിന് Android 10 ഇല്ല. ColorOS ആണെങ്കിലും പഴയ വേർഷനാണ്. ColorOS 7 ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് വരുന്നത് ColorOS 6.1 വരുന്നുള്ളൂ. അപ്പോൾ അതും പഴയ വേർഷനാണ്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ഓപ്പോൻ്റെ ColorOS ആണ്, ഒരുപാട് ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പക്ഷേ Android 9 മാത്രമേ വരുന്നുള്ളൂ. Android 10 കുറിച്ച് ഒരു ഡീറ്റെയിൽസും നമുക്കറിയില്ല. അപ്പോൾ അതൊരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് ആയിട്ട് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക്. പിന്നെ ഇതിൻ്റെ ക്യാമറാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഡുവൽ ക്യാമറയാണ്. 5 MP ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ നമുക്ക് 1080p റെസൊല്യൂഷനിൽ വീഡിയോസ് എടുക്കാം. ഇവിടെ നമുക്ക് കാണാം 1080p റെസൊല്യൂഷനിൽ വീഡിയോസ് എടുക്കാവുന്നതാണ്. അതുകൂടാണ്ട് തന്നെ ഫോട്ടോ മോഡിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫങ്ഷൻസ് അല്ലാണ്ട് പോർട്രേറ്റ് മോഡുണ്ട്. നൈറ്റ് മോഡും അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും തന്നെയില്ല. എക്സ്പേർട്ട് മോഡുണ്ട്, ടൈം ലാപ്സ്, അങ്ങനത്തെ സ്റ്റിക്കേഴ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവൈലബിൾ ആണ്. സെൽഫി ക്യാമറയാണ് 5 MP സെൽഫി ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് Oppo A12 എടുത്ത ക്യാമറ സാമ്പിൾസ്. കുറച്ച് ഡീസൻറ്റ് പെർഫോമിങ് ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ റിവ്യൂ നമ്മളിടുമ്പോൾ നമുക്ക് വിശദമായി ക്യാമറയെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ്. ഇനി ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 4230 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു കപ്പാസിറ്റി ബാറ്ററി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു ദിവസത്തിലേറെയൊക്കെ ലാസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ഗസ്. കാരണം എന്താ വെച്ചാൽ ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ 4000 mAh കപ്പാസിറ്റി ഉണ്ടാകുമ്പോൾ 1.5 ദിവസമൊക്കെ 1.25 ദിവസമൊക്കെ എന്താണെങ്കിലും ലാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു Oppo A12ൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഇത് ഈ ഡിവൈസ് രണ്ട് പ്രൈസസിലാണ് അവൈലബിൾ ആവുന്നത്. കളേഴ്സ് അവൈലബിൾ ബ്ലൂവും ബ്ലാക്കും ആണ്. അപ്പോൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ 9990 rupees, 3GB RAM 32GB സ്റ്റോറേജും 4GB RAM 64GB സ്റ്റോറേജിന് 11490, അതായത് ഓൾമോസ്റ്റ് 11500 rupees ആണ് വരുന്നത്. അപ്പോൾ ഇത് സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്, അതുകൂടാണ്ട് തന്നെ ഓൺലൈനിലും അവൈലബിൾ ആണ്.
അപ്പോൾ നിങ്ങൾക്ക് പോയി മേടിക്കാവുന്നതാണ് ഇൻ കേസ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ. പിന്നെ ഒരു കാര്യം വിട്ടുപോയത്, ഇതിൻ്റെ പ്രോസസ്സർ ഹീലിയോ P35 ആണ് വരുന്നത്. ഹീലിയോ P35 ഒക്ടോകോർ പ്രോസസ്സറാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് Oppo A12 അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.